ഗുരു ആദ്യമായിട്ട് അവതരിപ്പിച്ചു എന്ന് ഇന്ന് കിട്ടിയിരിക്കുന്ന കേട്ടോ. ഒരുപാട് കവിതകൾ കിട്ടാതെ പോയി, ഗുരുവിൻ്റെ ഒരുപാട് കൃതികൾ കിട്ടാതെ പോയി. വാർണപ്പള്ളിയിൽ വെച്ച് ഗുരു പറഞ്ഞൊരു സന്ദർഭമുണ്ട്. ഗുരു പറയാണ്, 8 or 10 പേരിങ്ങനെ നിരന്നിരിക്കുകയാണെങ്കിൽ അവരോരോരുത്തരോടും ഞാൻ കവിത ചൊല്ലി കൊടുക്കുമായിരുന്നാണ് പറഞ്ഞത്. അവരോരോരുത്തർക്കും വേണ്ട എന്ന് പറഞ്ഞാൽ ഒരേ സമയം 10 പേരോട് കവിതയിലൂടെ സംവദിക്കാൻ ഗുരുവിന് കഴിഞ്ഞു. അതൊന്നുപോലും നമ്മുടെ കയ്യിൽ കിട്ടിയില്ല, ഒന്നുപോലും കിട്ടിയില്ല. ഗജേന്ദ്ര മോക്ഷമൊക്കെ ആ കാലത്ത് എഴുതുകയാണ്, കിട്ടിയിട്ടില്ല. ആകെ മൊത്തം അന്ന് രേഖപ്പെടുത്തപ്പെട്ട ആദ്യ കവിത എന്ന് പറയുന്നത് നമുക്കറിയാം, ശ്രീകൃഷ്ണ ദർശനം എന്ന് പറയുന്ന ഒരു കൃതിയാണ്. ആദ്യ കവിത വാർണപ്പള്ളിയിൽ പഠിക്കുന്ന കാലത്തുള്ളതാണേ. ഭൂയോ വൃത്തി നിവൃത്തയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനിലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാ മൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കും അക്കായാവിൻ മലർമേനി കൗസ്തുഭ മണിഗ്രീവന്റെ ദിവ്യോത്സവം. എപ്പോഴാ പറയുന്നത്? വാർണപ്പള്ളിയില് രാമൻപിള്ളി ആശാന്റെ കളരിയിൽ ഇരുന്ന് പഠിക്കുമ്പോഴേ ഒരിക്കൽ ഈ കുട്ടി പെട്ടെന്ന് ഒറ്റ ഓട്ടം. ആഹാ, ഈ കുഞ്ഞിതാ ഓടി ഓടി ഒരു കുളത്തിന്റെ കരയിലെത്തി മോഹാലസ്യപ്പെട്ട് ബോധം കെട്ട് വീണെന്നാ പറയുന്നത്. ഇത്തിരി വെള്ളം തളിച്ച് ഉണർത്തി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരും ആശാനും ചോദിച്ചു, എൻ്റെ കുഞ്ഞെ നിനക്ക് എന്താ പറ്റിയേ, നീ എന്തിനാ ഓടിയത്? അപ്പൊ ഗുരു കൊടുത്ത മറുപടിയാണിത്. എന്താ പറഞ്ഞത്? ആ അനുഭവത്തെ വർണ്ണിച്ചു കണ്ടോ. ഭൂയോ വൃത്തി നിവൃത്തയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാ മൂടുപടം തുറന്ന്. ആണോ? മായാ മൂടുപടം തുറന്ന്. നീയല്ലോ മായയും മായാവിയും മായാ വിനോദനും, നീയല്ലോ മായയെ നീക്കി. പിൽക്കാലത്ത് ദൈവദശകത്തിൽ ഗുരു ആവിഷ്കരിച്ചതിനെ ചെല്ല് പറയാറുണ്ട്, ഈ സ്തോത്രകൃതി എല്ലാം എഴുതി 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 കുറെ കഴിഞ്ഞപ്പോൾ ഇച്ചിരോടെ നിലവാരം കൂട്ടിയിട്ട് ദാർശനിക കൃതികളിലേക്ക് പോയി എന്ന് പറഞ്ഞത് മണ്ടത്തരമാണ്. ഗുരുവിൻ്റെ ആ അനുഭവം തന്നെ ഇതിൽ പറഞ്ഞ മായാ മൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കുന്ന ആ കായാവിൻ മലർമേനിയാണ് ഞാൻ കണ്ടത്. അപ്പൊ രാമൻപിള്ളി ആശാൻ പറഞ്ഞു, മോനെ ഞങ്ങൾക്ക് അത്ര കണ്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, നീ കുറച്ചുകൂടി തെളിച്ചു പറയാമോ? ഇത്രയും പറഞ്ഞിട്ടും ഞങ്ങൾക്ക് അതങ്ങോട്ട് പൂർണ്ണമായിട്ടും വ്യക്തമാവുന്നില്ല, കുറച്ചുകൂടി വ്യക്തമാക്കി തരാമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വ്യക്തമാക്കിക്കൊണ്ട് താൻ കണ്ടറിഞ്ഞ സത്യത്തെ കൂടുതൽ വ്യക്തമാക്കി എഴുതിയ കൃതിയാണ് മുമ്പ് ഇവിടെ ചൊല്ലി വാസുദേവ ശ്രീ വാസുദേവ അഷ്ടകം. ശ്രീ വാസുദേവ സരസീരുക പാഞ്ചജന്യ കൗമോദകി ഭയനിവാരണ ചക്രപാണേ ശ്രീവത്സ വത്സ സകലാമയ മൂലനാശിൻ ശ്രീ ഭൂപതേ ഹരഹരേ സകലാമയമ്മേ എന്നാരംഭിക്കുന്ന വാസുദേവ അഷ്ടകം 8 ഖണ്ഡികയിൽ എഴുതിയത് ഈ പറഞ്ഞ ശ്രീകൃഷ്ണ ദർശനത്തിന്റെ വ്യാഖ്യാനമാണ്. ഇത് കേൾക്കുന്നതാരാ? കുമ്മൻപള്ളി രാമൻപിള്ളി ആശാൻ നിസ്സാരക്കാരനാണോ? ഗുരുത്വത്തിന്റെ പരമകോടിയിൽ നിൽക്കുന്ന ആളാണ് രാമൻപിള്ളി ആശാൻ. ആശാൻ എന്ത് ചെയ്തു? ഈ കുട്ടി ഇത് പറഞ്ഞപ്പോൾ ഒരു വാക്കു വിടാതെ പകർത്തി എഴുതി വെച്ചു. എഴുതി വെക്കുക മാത്രമല്ല, തൻ്റെ കളരി പുസ്തകത്തിൽ, കളരി മാനുവലിൽ അത് രേഖപ്പെടുത്തി വെച്ചു. എന്നിട്ടോ പിന്നീട് വന്നവർക്ക് പഠിക്കാനായിട്ട് കൊടുത്തു. ഏതാ? തൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി എഴുതിയ കവിത. കുട്ടിക്കവിത എന്ന് പറയാവുന്ന കവിത അല്ലേ? കുട്ടി എഴുതിയ കവിതയ്ക്ക് പറയുന്നത് വേറെന്താണ്? ഒരു കുട്ടിക്കവിത എന്നും വിശേഷിപ്പിക്കാവുന്നത് രാമൻപിള്ളി ആശാൻ ആർക്ക് കൊടുത്തു? കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചു. അപ്പം എന്തായിരിക്കണം അതിൻ്റെ വലിപ്പം? രാമൻപിള്ളി ആശാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ശ്രീ മഹാഭാഗവതത്തിൻ്റെ സംഗ്രഹമാണിത്. ഏത് കൃതി? ഈ ഭാഗവതം ഈ നാട്ടിലൊക്കെ വായിക്കാറില്ലേ? ഉണ്ടോ? അതിന് പറയുന്നത് വേറെന്നാ? ഭാഗവതം 7 ദിവസം കൊണ്ട് വായിക്കുന്നതിന് പറയുന്നത് വേറെന്നാ? അതും അറിയത്തില്ലേ? ഭാഗവത സപ്താഹ യജ്ഞം 7 ദിവസം കൊണ്ട് വായിക്കാറില്ലേ? 7 ദിവസം കൊണ്ട് വായിക്കുന്ന ഭാഗവതം 7 ദിവസം കൊണ്ട് അതെങ്ങനെയാ വായിക്കുന്നത്? നല്ല വ്യക്തമായിട്ടോ വല്ലോ ആണോ? അർത്ഥമൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവത്തില്ല, ചുമ്മാ അങ്ങോട്ട് വായിച്ചു വിടുകയാണ്. ഇടയ്ക്കെപ്പോഴോ ആചാര്യം വന്നിട്ട് എന്തെങ്കിലും 2 കഥയും പറയും. 7 ദിവസം കൊണ്ട് വായിച്ചു തീർക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ആ 7 ദിവസം കൊണ്ട് വായിച്ചാൽ തീരാത്ത ഗ്രന്ഥത്തിന്റെ സത്തയാണ് 8 ഖണ്ഡികയിൽ ഗുരു എഴുതി വച്ചിരിക്കുന്നത്. പേരെന്താണ്? ശ്രീ വാസുദേവ അഷ്ടകം. ഗോവിന്ദ ഗോപസുത ഗോഗണപാലലോല ഗോപീജനാംഗ ഗമനീയ നിജാംഗ സംഘ
ഗോദേവി വല്ലഭ മഹേശ്വര മുഖ്യവന്ദ്യ ശ്രീഭൂപദേ ഹരഹരേ സകലാമയമ്മേ ഭക്തപ്രിയായ ഭവശോക വിനാശനായ മുക്തിപ്രദായ മുനിവൃന്ദ നിഷേവിതായ നക്തന്തിവം ഭഗവതേ നദിരസ്മദീയ ശ്രീഭൂപദേ ഹരഹരേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആരായിരുന്നു ഈ? അപ്പം യഥാർത്ഥത്തില് നാണു എന്ന് സമൂഹം വിളിച്ച ഗുരുവിനെ ഒരു ഗുരുവായിട്ട് മനസ്സിലാക്കാൻ മറ്റൊരു ഗുരുവിന് കഴിഞ്ഞു. ആ ഗുരുവിന്റെ പേരാണ് രാമൻപിള്ള ആശാൻ. നായർ സമുദായ അംഗമായിട്ട് പോലും ആ ഗുരുവിന് ഇതാരാണ്, തൻ്റെ അടുക്കൽ ശിഷ്യനായി വന്നിരിക്കുന്നവരാരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പഠിക്കാൻ വേണ്ടി പോയതാണ് ആരൊക്കെ? കൃഷ്ണനും സുദാമാവും അല്ലേ? സാന്ദീപനി മഹർഷിയുടെ അടുക്കൽ കൃഷ്ണൻ ഒരു ശിഷ്യനായി ചെന്നിരുന്നത് പോലെ, സാന്ദീപനിയുടെ മുമ്പിൽ ഒരു ശിഷ്യനായിട്ട് കൃഷ്ണൻ ഇരുന്നത് പോലെ, രാമൻപിള്ള ആശാന്റെ മുമ്പിൽ ശിഷ്യനായിട്ട് പോയ ഗുരു ആ ഗുരു എഴുതിയതിനെ പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്തു അധ്യാപകനായ ഗുരുവായ രാമൻപിള്ള ആശാൻ. അപ്പൊ പറഞ്ഞു വന്നത് അങ്ങനെ. അപ്പം ഇത്രയും വലിയ ഒരു ആശയത്തെ 32 വരിയിൽ കൊടുത്തു ശ്രീനാരായണ ഗുരുദേവൻ. കൃതിയുടെ പേരെന്തായിരുന്നു? വാസുദേവ അഷ്ടകം. അപ്പൊ അതില് ആ ഭാഷ കണ്ടോ നിങ്ങൾ? എന്താണ്? മാനാപമാന സമമാനസ രാജഹംസ. കൃഷ്ണനെ കുറിച്ച് പറയാ, മാനത്തെയും അപമാനത്തെയും സമമായ മനസ്സോടെ സ്വീകരിക്കുന്നവൻ. ഒറ്റ വാക്കിൽ ഒരു വലിയ ആശയ പ്രപഞ്ചത്തെ വെച്ചിരിക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ ചരിത്രം പഠിച്ചാൽ, ശ്രീകൃഷ്ണന്റെ കഥ പഠിച്ചാൽ നമ്മൾ ഈ ഒറ്റ വാക്കിന്റെ സാങ്കത്യം മനസ്സിലാവും. മാനാപമാന സമമാനസ രാജഹംസനായി കൃഷ്ണൻ വർത്തിച്ചത് എങ്ങനെ എന്ന കഥ എത്ര ദിവസം കൊണ്ടാണ് പറഞ്ഞു തീർക്കുന്നത്? ഒറ്റ വാക്കിൽ ഒരാശയ പ്രപഞ്ചത്തെ ഒതുക്കി വെക്കാൻ ഗുരുവിൻ്റെ ആ ശൈലിക്ക് കഴിയുമായിരുന്നു. അപ്പൊ ഈ 2 കൃതികളാണ് ആ കാലത്ത്. അന്ന് ഒരു രാമൻപിള്ള ആശാൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അതെങ്കിലും നഷ്ടപ്പെടാതെ കിട്ടി. ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലെ നഷ്ടമായി പോയ പിന്നെ അമ്മാനപ്പാട്ട്, വാർണപ്പള്ളിയിലെ അമ്മമാർക്ക് വേണ്ടി അമ്മാനപ്പാട്ട്, അങ്ങനെ എത്രയോ നല്ല ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ഇതെല്ലാം ഗുരു അക്കാലത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ സ്തോത്രകൃതികളെ പൊതുവിലെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഗുരുവിൻ്റെ കൃതികളിൽ പൊതുവായിട്ടുള്ളത് നമുക്ക് എപ്പോഴും അറിയാം. ഗണപതി എന്ന ദേവതയെക്കുറിച്ച് ഗുരുദേവൻ ഒരു കൃതി എഴുതിയിരിക്കുന്നത്. ഗണപതിയെക്കുറിച്ച് എഴുതിയ കൃതിയുടെ പേരെന്താണ്? വിനായക അഷ്ടകം. നമദേവവൃന്ദം ലസദ്വേദകന്ദം ശിരശ്രീമദിന്ദും ശ്രിതശ്രീ മുകുന്ദം ബൃഹച്ചാരുതുന്ദം സ്തുതശ്രീ സനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേഭീഷ്ടസന്തം. കണ്ടോ? അന്താദി പ്രസില് ന്തം എന്ന അക്ഷരം എല്ലാത്തിനും അവസാനം അല്ലേ? നമദേവ വൃന്ദം ലസദ്വേദ കന്ദം ശിരശ്രീമ ബിന്ദും ശ്രിതശ്രീ മുകുന്ദം ബൃഹച്ചാരു. ഈ ശുണ്ഡം എന്നാണല്ലോ പല പുസ്തകത്തിലും കൊടുത്തേക്കുന്നത്. ഡോക്ടർ ടി ഭാസ്കർ മാഷൊക്കെ ഈ പ്രാസത്തിൻ്റെതായ പ്രത്യേകത കൊണ്ടും പിന്നെയോ അവിടെ പ്രയോഗിക്കുന്ന ബൃഹത്തും ചാരുവായതുമായ ഗണപതിയുടെ വയറാണ് പ്രതിപാദ്യമെങ്കിൽ അത് വലിയ വയറാണ്, അത് ഭംഗിയുള്ളതാണ്. തുന്തം എന്ന വാക്ക് പറയണം. ശുണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? തുമ്പിക്കൈയാണ്. അപ്പോൾ ഗണപതിയുടെ തുമ്പിക്കൈ ഒത്തിരി വലുതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഈ ശുണ്ഡം പിന്നെ ആവർത്തിക്കുന്നത് എവിടെയാ? ശിവപ്രേമപിണ്ഡം പരം സ്വർണവർണം ലസദന്തഖണ്ഡം സദാനന്ദപൂർണം വിവർണ പ്രഭാസ്യം ധൃതസ്വർണഭാണ്ഡം ചലച്ചാരുശുണ്ഡം ഭജേ ദന്തിതുണ്ടം. ചലത്തായ, ഇളകുന്ന, ഭംഗിയുള്ള ചുംബിക്കയോട് കൂടിയവൻ. അപ്പൊ പിന്നെ ആദ്യത്തെ വാക്ക് സ്വാഭാവികമായിട്ട് എന്താവേണ്ടതാണ്? തുന്തമാവേണ്ടതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഭാസ്കര മാഷൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ശരിയെന്ന് നമുക്ക് തോന്നാറുണ്ട്. ആ പ്രാസ ഒപ്പിച്ച് ഗുരുവിന് ആ പ്രാസദീക്ഷ വളരെ ഉണ്ടായിരുന്നു. അത് ഇതിനകത്ത് എടുത്തു കാണിക്കാനും സാധിക്കും. അങ്ങനെ വിനായകനെ വർണ്ണിക്കുന്ന ഒരു കൃതി.